വ്യക്തികൾക്ക് പേരില്ലേ ഉദ്ദേശം അവിടെ വ്യക്തി. ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് നല്ല ദേഷ്യം വരുന്നു. അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകളോ ഞാൻ ഷൈൻ രണ്ട് വ്യക്തികളുടെ പേര് പറ. പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? പക്ഷേ ഒരു ആക്ടർ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല അതിലുണ്ട്. പലപ്പോഴും മെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവരിതൊന്നും ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്ക ആ വ്യക്തികളല്ലേ, അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, നിങ്ങൾക്ക് സമാധാനം പ്രദേശം പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഷൈൻ ടോം ചാക്ക, മെറീനോ ആൻഡ് ഹൈദരാലി. സോ ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ഇഷ്ടം തോന്നും. എനിക്ക് നല്ല ദേഷ്യം വരുന്നു. ആ ദേഷ്യം കാണിച്ചിട്ട് തുടങ്ങിയാൽ മതി. ആ ദേഷ്യം നല്ല ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ നമ്മള്? ഇടി തരും, അടി തരും. ശരിയല്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പം വിവേകാനന്ദൻ വൈറലാണ്, ഷൈൻ വൈറലാണ് അല്ലേ? അപ്പൊ നമുക്ക് സിനിമയിലേക്ക് ഒന്ന് പോകാലോ. തുടങ്ങിയപ്പോ ദേഷ്യം കാണിക്കാനായിരുന്നു. സിനിമയിലേക്ക് പടത്തിലേക്കൊന്നും ഉണ്ടല്ലോ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി. പിന്നെ എന്റെ ദേഷ്യത്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അപ്പൊ ദേഷ്യത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ദേഷ്യത്തെ കുറിച്ച് എന്താണ് ദേഷ്യം? എന്തൊക്കെ എനിക്ക് അറിയണല്ലോ ദേഷ്യം പിടിച്ചിട്ടുള്ള കാര്യത്തിനാണ് ദേഷ്യം വരുന്നത്. ഷൈന് ദേഷ്യം വരുന്നത് എന്തൊക്കെ കാര്യത്തിനാണ്? എനിക്ക് ദേഷ്യം വരാറില്ലല്ലോ. ഇല്ല, ഞാൻ ദേഷ്യം വരുന്നത് കൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. ആണാ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടാ? നിങ്ങളോട് നിങ്ങൾ മോശമായി സംസാരിച്ചാ പിന്നെ നിങ്ങൾക്ക് എന്തിനാ എന്നോട് ദേഷ്യം വന്നു? നിങ്ങളോട് ഡയറക്റ്റ്ലി ഞാൻ എന്തെങ്കിലും ചെയ്താ? കുസൃതികൾ ഇല്ല, അത് എന്നോട് എന്തെങ്കിലും ദേഷ്യം വന്നു? ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മോശം പറഞ്ഞോ അല്ലെങ്കിൽ വിഷമിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇത്രയും ദേഷ്യം പിടിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? സീരിയസ് ആയി അതെ, ഞാൻ ദേഷ്യം പിടിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത്? അപ്പൊ അതൊരു കൊറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നോട്. എവിടെ? ഞാൻ നമ്മളെ ആദ്യം മനോരമയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് വീഡിയോ ഇന്റർവ്യൂവിന് വേണ്ടി ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അതെവിടെ ഡ്രസ്സ് കൊണ്ടു. ഡ്രസ്സ് വന്നാൽ അത് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ഡബിൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി 2 പാട്ട് പാടിയില്ലേ? ഈ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ റെഡി ആയിട്ടല്ലേ പാട്ട് പാടി ഇതേ വേഷത്തില്. അപ്പൊ ഡ്രസ്സ് വന്നതിന് ഞാൻ റെഡി ആയിട്ടല്ലേ പാട്ട് പാടി. ഡ്രസ്സ് വരാൻ വൈകിയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്കറിയില്ലേ? അറിയാം. അപ്പൊ പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട്? ഇവരുടെ അടുത്ത് ആരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അപ്പൊ ആരോടാ ദേഷ്യം പിടിക്കേണ്ടത്? ഡ്രസ്സ് കൊണ്ടുവരാൻ വൈകിയ അതാണ് പറഞ്ഞത്. പല ആളുകളിൽ നിന്നുള്ള ഇൻഫോർമേഷന്റെ മേൽ ഒരാളോട് വളരെയധികം ദേഷ്യം തോന്നി. ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയില്ലല്ലോ. സമാധാനമായിട്ട് കേൾക്കുക. ഒരാളൊരു കാര്യം പറയുമ്പോ ഒന്ന് സമാധാനമായിട്ട് കേൾക്കാൻ. സമാധാനപരമായിട്ട് എങ്ങനെ ഞാൻ കേൾക്കുക? ഞാനൊന്നും ചെയ്യാതെ ഈ കുട്ടിക്ക് എന്നോട് വളരെയധികം ദേഷ്യം തോന്നി. തോന്നിയെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവോ? അല്ലേ? അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആളുകൾക്കിടയിൽ. 2 വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ അവര് ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാളെ ദേഷ്യം. ഇതാണിപ്പോ സോൾവ് ആയി. ഞാനിപ്പോ ചെയ്യേണ്ടിരുന്നത് എന്തുകൊണ്ട്? എന്താണ് നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞത്? അത് നമുക്ക് മൂവി വേൾഡ് മീഡിയ
അവതരിപ്പിക്കുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ. അതാരൊക്കെ കൂടി അതിലെ പ്രധാന നടിമാരായ ഗ്രേസും മറീനയും പിന്നെ ഗസ്റ്റ് റോൾ ചെയ്ത ഹൈദരാലി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം ഗസ്റ്റ് റോൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്? ഈ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കമൽ സാർ അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ പടം കണ്ട് ഇഷ്ടപ്പെട്ടു കഥ കേട്ടു. കമൽ സാർ എന്നോട് പറഞ്ഞു ഈ സിനിമയ്ക്ക് ഒരു റോളുണ്ട്. എന്തായിരുന്നു? നൂറാമത്തെ സിനിമയാണ്. ഈ പറയുന്ന സുന്ദരികളായ നായികമാരൊക്കെ ഉണ്ട്, ഷൈൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സീനുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ സീനിലായിരുന്നു, ഒരു ഫോൺ കട്ടായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തിയില്ല? അത് കമൽ സാറിനോട് ചോദിക്കേണ്ടത് അല്ലേ ഗ്രേസ്? എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ ഷൂട്ടിംഗ് സമയത്ത്? ഷൂട്ടിംഗ് അല്ല, നമ്മള് ബാക്കപ്പ് സമയത്ത് അന്ന് ഗ്രേസ് ഇല്ലായിരുന്നു. നിങ്ങളെ പേടിയാണോ ഇവർക്ക്? അത് എന്നോടല്ലോ ചോദിക്കണേ, ഇവരോട് ചോദിക്കണ്ടേ? ഹൈദരാലിക്ക വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, പുള്ളിക്ക് ഒറ്റയ്ക്കാണ് എടുത്തത്. കാരണം നമ്മൾ ഈ പുലികളെ സിംഹത്തിനെയൊക്കെ ഷൂട്ട് ചെയ്യാനാണ് ആ തായ്ലൻഡിൽ പോവുക, മനുഷ്യരെ വെച്ച് ഷൂട്ട് ചെയ്യില്ല, അവരെ ഷോട്ടൊക്കെ സെപ്പറേറ്റ് എടുക്കുക, എന്നിട്ട് ഒരുമിപ്പിക്കും. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം മാറുമോ? എന്താണ് നിങ്ങൾ അന്യനാവുന്നതാണോ? ആ വാക്ക് ഞാൻ പറയാതെ എങ്ങനെ രക്ഷപ്പെടാതെ? അന്യനാവുന്ന സ്വഭാവ പ്രകൃതിക്കാരനാണോ നിങ്ങൾ? ഷൈന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അന്യനാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷൈൻ അന്യനാണോ അല്ലേ? നമ്മള് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഏത് അമ്പി? ഷൈന ഈ സിനിമയിലെ 100ാമത്തെ സിനിമ കമൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു. കമൽ സാറിന്റെ കൂടെ യാത്ര തുടങ്ങിയ 100ാമത്തെ സിനിമ. എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഷൈൻ അതിലേക്ക് കൂടിയേക്കാം എനിക്ക് പറ്റിയൊരു സിനിമയാണെന്ന് തോന്നിയത്? ഞാൻ സാറിന്റെ അടുത്ത് ആദ്യം അസിന്റെ വരുന്നത് കഥ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. സിനിമ ചെയ്യാനായിട്ടാണ് വരുന്നത്. സാറ് സ്വാഭാവികമായിട്ട് സിനിമ ചെയ്യാൻ എപ്പോ വിളിക്കുന്നു ഞാൻ ഇപ്പോ പോയി ചെയ്യും. കഥയൊക്കെ സാറെന്തായാലും കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, തിരക്കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതുവഴിയാണല്ലോ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പിന്നീട് കഥ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് സാറിൻ്റെ അടുത്തില്ല. കാരണം സാറ് അതൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ വിളിക്കണം. നമ്മൾക്ക് സാറിന്റെ പടത്തില് നിങ്ങൾക്ക് പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് സാർ ഫുൾ ഓൺ പടം കൺഫ്യൂഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ സമയത്ത് ഫുൾ ഓൺ ആയിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നില്ല കമൽ സാർ. 5 വർഷത്തോളം പടം ചെയ്യാതിരിക്കുന്നു. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവര് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ വർക്കിംഗ് പാറ്റേൺ. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള സാറിന്റെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്നും അറിയണ്ടല്ലോ. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യാം. പിന്നെ വേണ്ടത് കറക്റ്റ് സാധനം മാത്രമേ എടുക്കുള്ളൂ, എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ വരണമെന്ന് പറയാതെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യം സാറില് ഉണ്ടായിരുന്നേക്കാൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതായത് എനിക്ക് ഈ വ്യക്തി പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ മികച്ചതാവുമോ, ഈ സിനിമ മികച്ചതാവുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ജെന്യുവൻ ആയിട്ട് പറഞ്ഞാൽ ആദ്യം ഞാൻ വർക്ക് ചെയ്തു വന്ന പാറ്റേണിലല്ല സാറിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഹാപ്പി വെഡിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ക്യാരക്ടർ റോൾസ് സിനിമകൾ ചെയ്തു. കുമ്പളങ്ങി അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെന്റ്. സാറിന് വേണ്ട കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കിയുള്ള സിനിമകൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഇൻപുട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. കൂടുതലായി പോയോ എന്ന് നിങ്ങളുടെ സഹ താരം എന്നോടുള്ള ചോദ്യം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് വരുന്നത്. അല്ല, റിപ്പോർട്ടർ ചാനലല്ല, സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ചോദിക്കുന്നതിൽ വളരെയധികം ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങനത്തെ ചോദിക്കാൻ പഠിച്ചിട്ടുള്ളത് തന്നെ അതിൽ നിന്നാണ്. അതുകൊണ്ട് അതിലേക്ക് വരും. അതിന്റെ ഇടയിൽ ചെറു ചോദ്യം. ഈ കോൺഫിഡൻസ് ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഇടയില് ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ സംസാരിക്കുന്നതിനാണ്. നിങ്ങളിപ്പോ സംസാരിച്ചെന്താ? ഇടയ്ക്ക് നിങ്ങളാണ് കയറി സംസാരിക്കുന്നത്. നിങ്ങൾ യാതൊരാളികളല്ല ഇപ്പോ. ഞങ്ങള് ഗസ്റ്റ് ആയിട്ടിരിക്കും, ഞങ്ങൾക്ക് പറയാനുള്ള അവസരം. ഞാൻ ചോദിച്ചിട്ടുള്ളൂ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. അതെ, ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മളും അതിന്റെ കൂടെ മേർജ് ആയിട്ട് പോവായിരുന്നു. അതാണ് എനിക്ക് സാറുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്. അത് പടം കണ്ടു കഴിഞ്ഞപ്പോഴോ മുഴുവനായിട്ട്
ഓ അത് ഭയങ്കരമായിട്ട് എന്നെ വാവ് ഡബിംഗ് സമയത്താണോ അതിനുശേഷവും കണ്ടിരുന്നു? ഇല്ല ഡബിംഗ് ശേഷം പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടില്ല. ഇല്ല കണ്ടിട്ടില്ല പൂർണ്ണ രൂപത്തിൽ. മ്യൂസിക്കും എഫക്ട്സും ഒക്കെ ഇട്ടിട്ട് ഇല്ല കണ്ടിട്ടില്ല. ഇദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇല്ല നമ്മള് ഹാപ്പി വെഡിങ്ങിലുണ്ട്. അയ്യോ, അപ്പൊ യു ബോത്ത് കമ്മിങ് ഹാപ്പി വെഡിങ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും വർക്കിംഗ് സ്റ്റൈൽ അതേപോലെ ആയിരിക്കും? അതല്ല ആദ്യം കാണുന്നത്? ഇല്ല ഒരിക്കലും മറീനയുടെ വർക്കിംഗ് സ്റ്റൈൽ എന്റെ പോലെ ആയിരിക്കില്ല, എന്റേത് ഷൈനിന്റെ പോലെ ആയിരിക്കില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത പടത്തിന്റെ പോലെ രണ്ടുപേരും സെയിം അല്ലേ? അല്ലല്ല ഒരിക്കലും അല്ല. അവളുടെ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ്. അല്ല, ഞാൻ പറയുന്ന വർക്കിംഗ് സ്റ്റൈൽ, മൂവി ഉണ്ടാക്കുന്ന സ്റ്റൈൽ നിങ്ങൾ രണ്ടുപേരും ഒന്നല്ല കണ്ടിട്ടുള്ളത്. സ്റ്റൈൽ അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഞാൻ ഇപ്പൊ ഈ ഹാപ്പി വെഡിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ അതൊരു വേറെ ഡിഫറെന്റ് പാറ്റേൺ ആണ്, ന്യൂ ജനറേഷൻ പാറ്റേൺ ആണ്. ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ ഇപ്പൊ സാറിന്റെ സീനുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ സീനിന്റെ ഡയലോഗ് സാർ എഴുതുന്നത് രാവിലെ സെറ്റിൽ വന്നിട്ടാണ്. അതൊരു 6 മണി 7 മണിക്ക് സാർ വന്ന് സാറിന് എന്താണോ ആ സീനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അതാണ് സാർ എഴുതി തരുന്നത്. അത് അപ്പൊ പഠിക്കാന്നുള്ളതാണ്. അല്ലാതെ മുൻകൂട്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് അന്ന് രാവിലെയാണ് കിട്ടുന്നത്. അപ്പൊ അതൊരു വേറെ പാറ്റേൺ അല്ല. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിലും അതുപോലെ തന്നെയായിരുന്നു. ശ്യാമേട്ടൻ അവിടെ വന്നിട്ടാണ് ഡയലോഗ്സ് എല്ലാം എഴുതുന്നത്. അപ്പോഴാണ് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ബൈ ഹാർട്ട് ചെയ്യണ്ട. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാറിന് താല്പര്യമില്ല. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആ ഡയലോഗ്സ് എന്താണോ അത് അതേപടി ഭാഷയിലേക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പുള്ളിക്ക് വേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയാൻ പറയുന്നത്. ആ ക്യാരക്ടറിന് അതായിരിക്കും സ്യൂട്ട് ആവും. ഇത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ രണ്ടുപേരും അല്ലേ ഈ സിനിമയിൽ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും. പിന്നീട് ഇവരും ഞാനായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ? അതെ, ഷൈനായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നെ പറ്റിയിട്ടുള്ള ഇമേജ് ഇപ്പൊ വ്യക്തമായതാണല്ലോ. നേരിട്ട് ഇടപെടാതെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള ഒരു സ്പേസ് ദേഷ്യപ്പെടുന്നല്ല ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണ് ഒന്ന് കഴിഞ്ഞാൽ അച്ഛൻ സംസാരിച്ചു, അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിന് അമ്മ സംസാരിച്ചു, അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വല്യമ്മ സംസാരിച്ചോ? അങ്ങനെയാണ് കോൺവെർസേഷൻ. ഷൈൻ അറ്റ്ലീസ്റ്റ് ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറെ ആൾ കയറി സംസാരിക്കുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? ഇനി എനിക്ക് സംസാരിക്കാം. ഓക്കെ, പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? അതിലായിരിക്കും എന്താ സംസാരിക്കുക, അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇന്റർവ്യൂ? ഒരിക്കലല്ല. ഇവള് ഇടയിൽ കയറി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു ഇടയിൽ കയറി സംസാരിച്ചാണോ? ആണോ? That happens in conversations. No. ഞാൻ സംസാരിക്കും. ഇപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങൾ അതിനു മുന്നേ വീണ്ടും സംസാരിച്ചു, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്. അത് തന്നെ ഞാൻ മാറ്റുക. അപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനത്തിനെ ഇല്ലാതെയാക്കിയാണോ? അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് കണ്ടു മടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു മടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരാൾ പറയുന്നത് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നത് അങ്ങോട്ട് പറയാനായിട്ട്. ചിലപ്പോൾ ആ ഫുൾ സംസാരിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ. ചിലപ്പോൾ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞത് ഒരാളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും കിട്ടൂല ഒരാളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട്. ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും. ഇതന്നെയായിരിക്കും അവർ നാളെ ഇടാനും പോണത്. ഈ പോയിന്റുകൾ യൂസ് ചെയ്യുമോ നിങ്ങൾ ഒരു ഇന്റർവ്യൂ? അല്ല, നമ്മളിപ്പം താങ്കളല്ല ആങ്കർ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുള്ളൂ. ഞാൻ പറയുന്ന പോലെ കൊടുക്കുള്ളൂ. തമ്പൊക്കെ ഞാൻ പറയുന്ന പോലെയാണോ? താങ്കളാണ് തീരുമാനിക്കുന്നത്. ഷൈനെ വളരെയധികം ദേഷ്യം
പിടിച്ചു പോയി. എനിക്ക് ഷൈനുമായി വളരെ ഷൈനെ വളരെ ദേഷ്യം പിടിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായെന്നൊക്കെ കൊണ്ട് എന്തെങ്കിലും കൊടുക്കണല്ലേ? അങ്ങനെ കൊടുത്താൽ മതിയോ? അങ്ങനെ കൊടുത്താൽ പോരാ, ശരിക്കുള്ള കാര്യം തന്നെ കൊടുക്കണം. ഞാൻ മൂലം ഷൈനും ഗ്രേസും തമ്മിൽ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവര് നേരിട്ട് പോലും ബന്ധമില്ലാത്ത കാര്യത്തിൽ ഗ്രേസ് ഷൈനെ വളരെയധികം ദേഷ്യം തോന്നി. ഷൈൻ എന്ന വ്യക്തിയോട് അത് ഞാൻ കാരണമാണ്, ഞാൻ മാത്രം കാരണമാണ്, എന്റെ പിഴയാണ്, എന്റെ പിഴയാണ് എന്ന് അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കണ്ട. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. അടുത്ത ഞങ്ങള് സമയം വെറുതെ പോണു. സമയം വെറുതെ ഇന്റർവ്യൂ ചോദ്യകർത്താവിനാണ്. അല്ലാതെ ഞാൻ ആകെ 2 ചോദ്യം ചോദിക്കാനോ? ആ 2 ചോദ്യം കഴിഞ്ഞു. ഇനിയല്ലോ ചോദ്യം? ഇനി ചോദ്യം ഉണ്ട്. ചേഞ്ച് ആവും? ചേഞ്ച് ആവാൻ പറ്റില്ല. ചേഞ്ച് ആവാൻ എന്തിനാണ്? ചോദിക്കോ? നിങ്ങൾ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞെന്താ? നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാനല്ലേ പറഞ്ഞത്? ഇവിടെ മാറിയേ. അപ്പൊ ചോദിക്കോ? അടുത്ത ചോദ്യങ്ങൾ ചോദിക്കോ? ഞങ്ങൾ ഇരിക്കുമല്ലോ. അതെ, സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് എന്തുകൊണ്ടാണ് മാറിയത് പെട്ടെന്ന്? ഏത് മാറിയത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത് അല്ല, നമുക്ക് ചോദ്യം കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാം. പ്രത്യേകം ചോദ്യങ്ങളൊന്നും തന്നിട്ടില്ല എനിക്ക് ചോദിക്കാൻ. ഇല്ല. എന്നാ പിന്നെ കഴിഞ്ഞിട്ട് ചോദിക്കോ? ഇല്ലില്ല, ഞാൻ ചോദിക്കാതെ. ചോദിക്കും. നിങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നി? കംസാറിന്റെ പടത്തിൽ ആദ്യമായിട്ടല്ല അഭിനയിച്ചത്? അതെ. ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. അത് ചോദിച്ച ചോദ്യമായിരുന്നു. അല്ലല്ല, നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ച ചിത്രങ്ങൾ കമൽ സാറിന്റെ പടത്തില് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലാണ്? അല്ല, ഞാൻ കുറെ സിനിമ അഭിനയിച്ചു. ഏതൊക്കെ സിനിമകളാണ്? ഈ സിനിമയുടെ പേര് ചോദിച്ചാൽ ആടുപുലിയാട്ടം തൊട്ട് അഭിനയം തുടങ്ങിയാണ് ജയറാമേട്ടൻ്റെ കൂടെ. ഓക്കെ. അല്ല, ക്യാരക്ടറായിട്ട് ഉണ്ട്. ഒരു സീനുകള് ഞാൻ അതിനൊരു സമയം കണ്ടെത്തി പോകാറില്ല. എന്റെ ജോലി ഇത് തന്നെയാണ്. അഭിനയിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. താല്പര്യമുണ്ട്, ഇല്ലാന്നും പറയുന്നത്. കാരണം നിരന്തരമായിട്ട് സാറിനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ, അറിയാലോ. സാറുമായിട്ട് നമ്മള് എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സാറ് ഒരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയ ദിവസം ഷൈനില്ല. നിങ്ങൾ തൃപ്തനായില്ല? ഞാൻ തൃപ്തനാണ് ആ സീൻ. അല്ല, എന്നാലും നമുക്ക് ചെയ്യുന്നതോറും കൂടുതൽ ചെയ്യണമെന്നല്ല. അതെല്ലാവർക്കും മമ്മൂക്ക പറയുന്നത് അങ്ങനല്ലേ? മമ്മൂക്കയുടെ വാക്കാണ് നമുക്കെല്ലാം. ചിത്രം കണ്ടിരുന്നു എഡിറ്റ് കഴിഞ്ഞിട്ട്? ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഡബ് ചെയ്തിട്ടില്ല? ഡബ് ചെയ്തപ്പോ കണ്ടു. ഡബ് ചെയ്തപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സീനുകളുണ്ട്. അതിപ്പോ സിനിമ കാണുന്ന ഷൈനുമായിട്ട് ഇവരുമായിട്ടുള്ള ഒരു സീനുകളുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് ഗംഭീര സീനാണ്. എന്താണ് പറയാൻ പറ്റില്ല. ടീസറും ട്രെയിലറും കണ്ടല്ലോ. അതിൽ നിന്ന് എന്താണ് ചിത്രത്തിന്റെ ഒരു കഥ നിങ്ങൾക്ക്? അതില് ചിത്രം ഷൈൻ എങ്ങനെയായിരുന്നു, എങ്ങനെ ഒരു വൈറൽ ആകുന്ന ഒരു മനുഷ്യനാണ് വിവേകാനന്ദനാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമയില് ആ ടീസറും ട്രെയിലറും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഈ സിനിമ കമൽ സാർ ഇന്ന് വരെ ചെയ്യാത്തൊരു സിനിമ. കമൽ സാർ ഒരിക്കലും ഇത്തരം സിനിമ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമ. മനസ്സിലായോ? ഇതുവരെ ചെയ്യാത്ത. അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഓൾറെഡി ട്രെയിലറും ടീസറും കാണിച്ചല്ലോ. അതൊന്നൊരു നിങ്ങൾക്കൊരു ധാരണ കിട്ടില്ലേ? അത് കിട്ടി. എന്താ ഷൈൻ എന്ന വിവേകാനന്ദന്റെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ജീവിതം. ആ ജീവിതം ഏത് റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്? അത് ഈ പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെയാണോ ചിത്രത്തിൽ എടുത്തിരുന്നത്? ചെയ്യാലോ ഗ്രീസ്. ഈ പടം വരുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. വ്യക്തമായ സമയങ്ങളിൽ ചിത്രങ്ങളിലൂടെ കടന്നു പോവുകയും, അല്ലെങ്കിൽ വെറുതെ വരുന്ന ക്യാരക്ടർ അല്ല, കഥയെ നിങ്ങൾ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഥ അങ്ങനെ പോകുന്നതുകൊണ്ട് വരുന്നതാണ് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും കഥയിലൂടെയാണ് ഈ ശരിക്കും ഈ കഥാപാത്രങ്ങളിൽ ഒരാളില്ലാതെ ഈ ഒരു വിവേകാനന്ദന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഈ കഥ നടക്കുന്നതിന്റെ ഇടയില് ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ കഥ അങ്ങനെ പോകുന്നത് അല്ലേ? അതിപ്പോ വേറൊരു ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ പോകില്ല. അല്ലാതെ സീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥാപാത്രങ്ങളല്ല, കഥാപാത്രങ്ങളുടെ സ്വഭാവം മൂലം ഉണ്ടാവുന്ന സീനുകളും കഥകളുമാണ്. അങ്ങനെ തോന്നിയിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ? പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും അഭിനയിച്ചാൽ മതിയോ എന്ന് തോന്നലുണ്ടായിരുന്നു പല സീനുകൾ എടുക്കുമ്പോൾ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിതിലൊരു യൂട്യൂബ് വ്ളോഗറാണ്. ഇപ്പൊ വ്ളോഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഭയങ്കര മാനറിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. പറയണോ? അപ്പൊ ഗ്രേസിന്റെ കഥാപാത്രത്തിന്റെ ഇടയ്ക്ക് കയറുന്നതിന് പ്രശ്നം ഉണ്ടാക്കല്ലോ. ഗ്രേസിന്റെ കഥാപാത്രം വെച്ച് ഗ്രേസ് ഇത് പറഞ്ഞു തീർന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഗ്രേസിന്റെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുന്നില്ല. ആ കഥാപാത്രം കഥയിൽ പ്രധാനപ്പെട്ടതാണോ? അതാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞു നിങ്ങൾ. കഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു. ഉണ്ടാകുന്നുണ്ട്. കഥാപാത്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ചോദിക്കണം. പറഞ്ഞു 3 പേർക്ക് പിടിയിട്ടില്ല പരിപാടി. പ്രധാനപ്പെട്ട ഹൈദരാലിക്ക് വെറുതെ ഒരു ഉത്തരം പറയാം. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോൾ കുറച്ച് നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വെക്കുമല്ലോ. കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും, ആൾക്കാർ എങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കും.
പക്ഷെ നമ്മളിപ്പോ ഞാനിപ്പോ ചെയ്യുമ്പോ സാർ ഇപ്പൊ അങ്ങനെ ചെയ്യണ്ട, അത്രയും ചെയ്യണ്ട, പോയി നമ്മൾ ഇത്ര നിങ്ങൾ ഉദ്ദേശിച്ചതും റെഫറൻസ് എടുത്തതായിട്ടുള്ള പരിപാടികളൊന്നും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതായത് എന്നോട് പറഞ്ഞത് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ യൂട്യൂബ് ചാനൽ വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നാ പറഞ്ഞത്. അപ്പൊ ദുബായിലൊക്കെ ഉള്ള അത്യാവശ്യം വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പം ഡ്രസ് പാറ്റേൺ ഒക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അത്ര അങ്ങനെയല്ല ക്യാരക്ടർ പോകുന്നത്. അതെ, അത്രയും ആവശ്യമില്ല. വേറെ മീറ്ററിലാണ് പോകുന്നത്. അപ്പൊ അതിലൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം സാറ് പറയുമ്പോൾ. അതാണ് ഇടയിൽ ചോദിച്ചിരുന്നത്. അതോ പടം പൂർണ്ണമായി കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് ആയ സാറ് ഇത്രയും എനിക്ക് ഡബ് ചെയ്യാൻ പോയപ്പോ കോൺഫിഡൻസ് ആയി. അതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനാ കേട്ടിട്ടുണ്ട്. അതാണ് അതിന് മുമ്പ് എനിക്ക് അറിയില്ല. കൂടുതലായി പോയോ സാറിനോട് ചോദിച്ചില്ലേ? സാറ് അഭിനയിച്ച് കൂടിപ്പോയോ? അപ്പൊ അതുകൊണ്ട് എന്താ സാർ കൂടിപ്പോയോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡബിങ് കണ്ടപ്പോ എനിക്ക് തോന്നി ഈവൻ കൂടുതലായാലും ചിലപ്പോൾ സാർ അത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഡബിങ്ങില്. ഓക്കെ, ഞാൻ ചിത്രം കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ലേ, കഥാപാത്രവും ഈ കഥയും എങ്ങനെ വരുന്നത്. കാരണം സാറിനെ പോലുള്ള ഒരാൾ ചെയ്യുന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതലായിട്ടും എനിക്കറിയാം. അങ്ങനെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഇരുന്ന് കാണാൻ പറ്റില്ലാത്ത പല രംഗങ്ങളും സാറ് എന്റെ പടങ്ങളിൽ ഉണ്ടാവില്ല. ക്ലീൻ ആയിട്ടായിരിക്കും. പക്ഷെ ക്ലീൻ ആയിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടതില് അല്ലേ? കുട്ടികളും അല്ലെങ്കിൽ ചെറു കുട്ടികളും വലിയ ആളുകളുമായി ഇരുന്ന് കാണുന്ന സമയങ്ങളിൽ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ചില രംഗം കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കാം. അങ്ങനത്തെ രംഗങ്ങൾ ടീസറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ എടുക്കുന്ന ചെയ്യുന്ന സമയങ്ങളിൽ അതിലും ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ കാണുന്ന അത്ര എളുപ്പമില്ലല്ലോ ഇത്. അപ്പൊ ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ രംഗങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതേ ബുദ്ധിമുട്ട് എനിക്ക് സാറിന്റെ അടുത്ത് ചെയ്യുമ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ സീക്വൻസുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അൺകംഫർട്ട് അല്ലേ? ഇപ്പൊ ആൺകുട്ടികൾക്ക് അത്ര അൺകംഫർട്ട് ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടി ആയ നിങ്ങൾക്ക് എത്ര, ഗ്രേസിന് എത്ര അൺകംഫർട്ട് ആയിരുന്നു അങ്ങനത്തെ സീക്വൻസുകൾ? ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഇന്റിമേറ്റ് സീൻസ് അല്ലാത്ത പോലെയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സീൻസ് ചെയ്യുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും മാത്രം. ഷൈൻ എന്നോട് ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, അയ്യോ ഓക്കെ എന്നോട് ചോദിക്കുക. കാരണം നമ്മള് വെറുതെ അന്നും ഇല്ലാത്തതിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാവും. സത്യം. കാരണം വേറൊരു വ്യക്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ മാത്രമാണ് ചെയ്യണത്. എന്നിട്ട് കൂടി നമുക്ക് അതെല്ലാവരും നോക്കി നിൽക്കുന്നതുകൊണ്ടും. പക്ഷെ ആ ഒരു കംഫർട്ട് സ്പേസ് സാറ് റെഡിയാക്കി തന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് കോപ്പറേറ്റ് ചെയ്തു ഷൈൻ. അത് ആക്ഷൻ എനിക്കറിയാം. ഞാൻ ഇതിനു മുന്നേ ലവ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വളരെ എളുപ്പത്തിൽ റൊമാൻസ് ചെയ്യാന്നാ. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് റൊമാൻസ് ചെയ്യാൻ. നമ്മള് കോമഡി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും അത് ചെയ്യാൻ വിചാരിക്കാം. ഇതാവുമ്പോ വേറൊരാൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അത് കട്ട് പറഞ്ഞ് രണ്ടാമത്തെ ടേക്ക് എടുക്കുന്ന സമയങ്ങളില് ഈ കട്ട് പറയുന്ന സമയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്വേർഡ്. കാരണം നമ്മളിത് എവിടെയും കാണുന്നില്ല പുറത്ത് ആരും ചെയ്യണതേ ഇങ്ങനത്തെ രംഗങ്ങള്. അങ്ങനെ വലിയ രംഗങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു എന്താ പറയാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കായിരുന്നു നമ്മള്. സാറ് തന്നെ പറയും ചില സമയങ്ങളില് അതങ്ങനെ വരില്ല. സാറിന് അറിയാലോ കറക്റ്റ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഇവര് സെൻസർ ബോർഡിന് കാണാൻ പറ്റും, അല്ലെങ്കിൽ വെട്ടി മാറ്റണം എന്ന് പറയുന്ന പോലത്തെ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാറ്, ഇത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ക്യാമറ ട്രിക്ക് എന്ന് പറയില്ലേ പണ്ട്. നമ്മൾ ചോദിച്ച ക്യാമറ ട്രിക്ക് ആകുമ്പോൾ ഇവര് ഒരുമിപ്പിക്കണ പോലെ തോന്നുന്നത്. ഷോട്ടുകൾ ആംഗിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് കൂട്ടി വെക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഷൂട്ടിങ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാരും ഓടിച്ചു. ഈ സീനാന്ന് അറിയായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാലോ, ക്രൂവിന് എല്ലാവർക്കും അറിയാലോ. ക്രൂ എല്ലാം ഉണ്ടായിരുന്നു അന്ന് പനിയായിട്ട് കിടന്നവൻ വരെ എണീറ്റ് വന്നു ഇത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ എല്ലാരും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ആരോട്? നിങ്ങളോട്? അല്ല എനിക്കറിയില്ല. എന്നോട് ചോദിക്കാൻ ചോദ്യം വിട്ടുവെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ. ഞാൻ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോട്ടെ. ഇപ്പോഴാണ് ഓൺ ചെയ്യാൻ പോണല്ലോ. അപ്പം കുഴപ്പമില്ലാതെ ഷൈൻ ഹാൻഡിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിട്ട്. അറിയാം എന്താണ് എങ്ങനെയാണ് എവിടെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് ആ രീതിക്ക് തന്നെ ചെയ്തു. നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് എങ്ങനെ പോയാലും നമ്മുടെ സിനിമ വൈറലാണ്. എനിക്ക് അത്ര മാത്രമല്ല, അതിലിപ്പോ എന്ത് ട്രോള് വന്നാലും കുഴപ്പമില്ല, എനിക്ക് നമ്മുടെ സിനിമ വൈറലാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സിനിമ 19 റിലീസിലേക്ക് ഒരുങ്ങി അല്ലേ?
നേരത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത് തന്നെ തുടങ്ങുന്നു. ചില കമൽ സാറിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കുറെ സീനുകളൊക്കെ ഇതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സീനുകൾ അല്ല ഗ്രേസ് ഇപ്പൊ പറഞ്ഞു ആ സീനുകൾ ഇന്നുവരെ ചെയ്യാത്ത സീനുകൾ, അത് അല്ല ഇന്നുവരെ ചെയ്യാത്ത സീനുകൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ രീതിക്ക് കമൽ സാർ ചിത്രീകരിക്കുകയും നേരത്തെ പറഞ്ഞ ഷൈൻ്റെ ഒരു ഇടപെടലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നും ഈ സീനുകളൊക്കെ വായിച്ചല്ലോ, അപ്പൊ ഗ്രേസിന് എന്തെങ്കിലും ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ആദ്യമേ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെ എടുക്കാൻ പോണെന്ന് ചോദിച്ചത്. കാരണം ആ ഒരു സീൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് ഈ കഥ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈവൻ ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും, പക്ഷെ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സീനിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് സാർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഷൈൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു റാപ്പോ വേണം ഒരു ആക്ടറുമായിട്ട്. അത് ഈ ഒരു പെർട്ടിക്കുലർ സീൻ എന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് എന്നല്ല, ഏതൊരു സീൻ എടുക്കുമ്പോഴും നമുക്കൊരു ആക്ടറുമായിട്ട് ഒരു റാപ്പോ വേണം. അത് ഒരു വർക്ക് ചെയ്യാത്ത ഒരാളും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി വർക്ക് ചെയ്ത് കൂടെ വന്നപ്പോഴത്തേക്കും സാർ അതിന് ഒരു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഷൈൻ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ വന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് വെൻ വെൽ, നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നു. ഷൈൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പല ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഷൈനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പല ആളുകളും പറയാം. ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷൈനോടുള്ള കൂടുതൽ അടുപ്പാണ് തോന്നിയത് അദ്ദേഹം പറയുന്ന സമയത്ത് എത്തുന്നത്. എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ലൊക്കേഷനിൽ ഇപ്പൊ ഇന്റർവ്യൂ വൈറലാകാൻ വേണ്ടി ഷൈൻ പലതും ചെയ്യും, അത് എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഷൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയാണ് ഫോൺ എറിയുന്നതാണെങ്കിലും ഇറങ്ങി ഓടുന്നതാണെങ്കിലും ചാടുന്നതാണെങ്കിലും ഷൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തെങ്കിലും വൈറലാകട്ടെ, നമ്മളെ പോലുള്ളവർ എങ്ങനെയും അനുഭവിച്ചോട്ടെ, എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് ഓക്കെ ആ ഒരു സാധനം. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ ഷൈനെ കുറിച്ച് ആ നേരത്തെ പല ആളുകളും പറഞ്ഞു വെച്ച കാഴ്ചപ്പാടൊന്നും എങ്ങനെയാണ്? എനിക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് തോന്നിയത്. കാരണം നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര തമാശകളോ എത്ര സീരിയസ് എത്ര ഇൻസിഡൻസ് അവിടെ ഉണ്ടായാലും നമ്മൾ സിനിമ ചെയ്യാനാണ് അവിടെ വന്നിരിക്കുന്നത്. സിനിമയോട് ഷൈനുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഷൈൻ അത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഐ റെസ്പെക്ട് ഹിം. ആ ഒരു സ്പേസ് ഷൈൻ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സീൻസ് എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഷൈനോട് പറയുമ്പം ആദ്യം എനിക്ക് അറിയത്തില്ല, ഷൈൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ആദ്യം എനിക്ക് ഷൈൻ എന്താ ഇങ്ങനെ പെട്ടെന്ന് എടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ആദ്യം പറയും. പക്ഷെ ടേക്കിൽ ഷൈൻ അത് വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ മച്ചാൻ ഇങ്ങനെയാണ്, പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അല്ല നമ്മളെന്താണ് ഇവര് പറയുന്നത് പോലെ ആ സംഭവം നമ്മൾ ചെയ്യുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് പലപ്പോഴും വരില്ല. നമ്മളറിയാം ഇവരിങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അപ്പൊ അതിനു മുന്നേ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും, ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അത് നമ്മൾ കമൽ സാറ് നമ്മുടെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടോറിയൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പരിപാടിയാണ്. മെയിനായിട്ട് വളരെ ക്യാരക്ടറിലൂടെ കഥ പറയുന്ന ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആക്ടറിനും കൊടുക്കില്ല എന്ത് സംഭവിക്കണം എന്നുള്ളത്. ജസ്റ്റ് ഇതാണ് മാറ്റർ, ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പിന്നെ അവിടെയാണ് സംഭവിക്കേണ്ടത്. എല്ലാം കറക്റ്റ് ആയത് ഈ പോയിന്റ് എത്തുമ്പോൾ അയാൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ അയാളുടെ മുഖത്തേക്ക് നോക്കും, അപ്പോഴായിരിക്കും അയാൾ കണ്ണു നോക്കുക. മനസ്സിലായ? വളരെ മൈന്യൂട്ട് സെക്കൻഡിൽ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോ ഇത് ഭയങ്കര പ്ലാനിങ് പോലെ അകത്തൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര മെക്കാനിക്കലായിട്ട് തോന്നും ക്യാരക്ടർ. നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സ്പോണ്ടേനിയസ് ആയിട്ട് വരാത്ത പോലെ തോന്നും. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് പോലെ ആൾക്കാരെ തോന്നിപ്പിക്കുന്നതാണ് നല്ല അഭിനയം എന്ന് നമുക്ക് തോന്നുന്നത്. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഇവിടെ നിന്ന് എഴുന്നേറ്റു അതൊരു 10 പ്രാവശ്യം ചെയ്തു വരും. അപ്പൊ ഇതെങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് ആൾക്കാർക്ക് തോന്നിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ സിനിമയിലെ ആക്ടേഴ്സ് ലോകത്തെ വലിയ അഭിനേതാക്കളല്ല, മികച്ച രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അഭിനയിക്കുന്നത് എന്ന ആൾക്കാരെ ഒരു ട്രിക്കിലൂടെ കാണിക്കുകയാണ് അല്ലേ. അതിന് പല സൂത്രങ്ങളും നമ്മൾ ചെയ്യും. കുട്ടികളെ അഭിനയിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ബേബി സിഡിയോട് എന്ന് പറഞ്ഞ ചിത്രം ചെയ്യുമ്പോൾ ആ കൊച്ചിനോട് ഷോർട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യണത് അല്ലേ. പക്ഷെ ആ കുട്ടി എന്ത് വളരെ മികച്ചതായിട്ട് അഭിനയിച്ചില്ലേ. ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഷോർട്ട് മനസ്സിലാക്കിയിട്ടാണ് അഭിനയിക്കുന്നത്, ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അല്ല അല്ല. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അഭിനയിപ്പിക്കാൻ ഇവർ വിചാരിക്കണം. അതെ, തീർച്ചയായിട്ടും. അതെ, മരീന ഇതിനു മുമ്പ് ഷൈനുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഫോണിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഇല്ലല്ല, അതിൽ കൂടുതൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. അതിൽ കൂടുതൽ ഫോണിലാണ് സംസാരിക്കുന്നത്. ഉണ്ട്. നമ്മള് അത് ആക്ടറിനായിട്ട് ഭയങ്കര തറാക്കിയിട്ട്
എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. കറക്റ്റ് ഞങ്ങൾ സംസാരിച്ച എന്തിനാണ് ഇടയ്ക്ക് കയറിയത്? അല്ല അതാ അവർക്ക് അപ്പോഴല്ലേ തോന്നിയേ. അല്ല ഞാനിവിടെ രഹസ്യം നിങ്ങളുടെ ഇടയിൽ കയറിയില്ല, നിങ്ങൾ എന്തിനാ ഞാൻ രഹസ്യമായിട്ടാ കഴിച്ചേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ അമ്പ് ചെയ്യാൻ സമയത്ത് മാവും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം കാണേണ്ട കാര്യമില്ലല്ലോ, അമ്പ് മാത്രം ചെയ്താൽ മതിയില്ലേ? അല്ല ഞങ്ങൾക്കപ്പോ പറയുന്നതിൽ അല്ല, ഞാൻ വളരെ രഹസ്യമായിട്ടാ ചോദിച്ചത്. അവിടെ ആൾക്കാർ സംസാരിക്കുന്ന ക്യാമറ അതിലേക്കൊന്നും ചോദിക്കാം. നമ്മള് പറയുന്നത് എന്തോ സബ് വിഷയമാണ് ഇവിടെ ആ, ഇല്ല, അതെ, sorry, please, please, sorry. അല്ലല്ല നിങ്ങൾ പ്ലീസ് കണ്ടിന്യൂ Please continue, sorry. അല്ല ഞങ്ങളെ കൂടെ മാറി. അല്ല. അപ്പൊ ചോദിച്ച കാര്യം പറയണോ? ചോദിച്ചാൽ അപ്പൊ സാറ് പറഞ്ഞു തരുന്നത് അങ്ങനെ അനുസരിക്കാറില്ല എന്നാണ് ചോദിച്ചത് എന്റെ അടുത്ത്. അത് കൃത്യമായ ഒരു ചോദ്യമായിരുന്നു. അല്ല നമ്മൾ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ സാറ് പറഞ്ഞാൽ കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, സാറ് ഒരിക്കലും നമ്മുടെ അടുത്ത് വളരെ കറക്റ്റ് ആയിട്ട് ഇതാണ് ഷോട്ട്, ഇത്രയും മാറ്റർ ഇതിനുള്ള വന്നു കഴിഞ്ഞാൽ ഓക്കെ, അല്ലാതെ അത് അത്രയും നീട്ടി പറയണ്ടെന്നൊക്കെ പറയില്ലേ സാറ്? അത് പറയും, പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ. നമ്മൾ തമ്മിലുള്ള പ്ലാനിങ് വളരെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മെക്കാനിക് ആവും. കാരണം നമ്മളാണല്ലോ ഫ്രെയിമിലുള്ളത്. അപ്പൊ താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളത്. ഞാൻ എപ്പോ ആ ഡയലോഗ് പറയും, ഏത് പോയിന്റ് വെച്ച് ഇല്ല, അതാവുമ്പോ നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ വിചാരിക്കും ഇപ്പൊ ഡയലോഗ് പറയുന്നത്. അത് ഒന്ന് ആ സെക്കൻഡ് കുറച്ച് ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അപ്പോഴാണ് എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട് സാധനം കിട്ടുക. തീർച്ചയായിട്ടും അതെ. ഞാൻ നിങ്ങൾ ചോദ്യം മറന്നു സിനിമയിലാണ് നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ നേരിട്ട് കാരണം ഇവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അതെ, അതിനുശേഷമാണ്. ശരിയാണ്, ആ സീൻ അങ്ങനെയായിരുന്നു. ആ സീൻ അത് ഇവിടെ വന്ന് ഇപ്പം ഗ്രേസ് പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞു, ഷൈനെ കുറിച്ച് പറയുകയും ചെയ്തു. ഈ ഇപ്പം നേരത്തെ ഷൈൻ ഇവിടെ ഇരുന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഒരു ദുബായിൽ നിന്ന് വരുന്ന ബ്ലോഗർ ആയിട്ടാണ്. ഇതിനു മുമ്പും അത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തല്ലുമാലയിൽ തന്നെ അങ്ങനെ ഒരു സീനാണ്. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞു സ്റ്റഡി ചെയ്യണോ നമ്മൾ ഒരാളെ, അങ്ങനെ ഒരാളെ ആരെയാണ് സ്റ്റഡി ചെയ്യുന്നത്? ഒരാളെ സ്റ്റഡി ചെയ്യും. അങ്ങനെ ഇപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ പുറത്ത് RJ ആയിട്ട് വിജയായിട്ടൊക്കെ വർക്ക് ചെയ്തപ്പോ നൈല ചേച്ചിയൊക്കെ അവിടുത്തെ ഒരു സ്റ്റൈലിലാണല്ലോ നടക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് നൈല ചേച്ചിയുടെ ഡ്രസ്സിങ് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പൊ ഞാൻ ആദ്യം സാറ് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അൾട്രാ മോഡേൺ ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം, പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഷോള് സ്കാർഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാന്ന്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ആക്ടിവിസ്റ്റ് മോഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി റെലവൻസ് ഉള്ള സബ്ജക്റ്റ് ഒക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ ഐഷൂസ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഷർട്ട് പാൻസ് എന്നുള്ള പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മൊത്തത്തിലൊരു ഞാൻ എൻ്റെ മൈൻഡിലുള്ള ക്യാരക്ടർ ലുക്കേ മാറി. പിന്നെ ഇനിയിപ്പോൾ സാർ എന്താണ് പറയുന്നത് അങ്ങനത്തെ ഔട്ട്പുട്ട്സ് എടുത്ത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാന്നുള്ളത്. അപ്പം എപ്പോഴും എനിക്ക് ഇതൊരു കൺഫ്യൂഷനാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത്. കാരണം വേറെ പാറ്റേൺ ഓഫ് വർക്കിംഗ് തന്നെയാണ്. അപ്പം ഞങ്ങൾ 3 പേര്, ഞാനും സ്വാസിയും ഗ്രേസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ഇവരോടാണ് സംസാരിക്കേണ്ടത്. അത് ഓക്കെ അല്ലേ? ഇതിപ്പം സാർ അവിടെ കട്ട് പറയുമ്പോൾ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം വ്ളോഗിങ് ആക്ടിവിറ്റി ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലൊരു ഫോണിലൊരു ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ എത്രത്തോളം അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ സാറ് പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇനി ഓവറായിട്ട് ചെയ്താലും ചിലപ്പോൾ ചീത്ത കേൾക്കാം, ഒന്നും ചെയ്യാണ്ടിരുന്നാലും ചീത്ത കേൾക്കാം. കാരണം ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പെരുമഴയാണ് പുറത്ത്, ഔട്ട്ഡോർ സാറിന് എടുക്കാൻ പറ്റുന്നില്ല. സാറിന് പനി വന്നു, ക്യാമറമാന് പനി വന്നു, അസോസിയേറ്റിന് പനി വന്നു, കുറെ ആൾക്കാർക്ക് വയ്യ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ കുറെ ദിവസം ആ വീട് ചുറ്റിപ്പറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് ആ വീട്ടിലെ അപ്പനും അമ്മച്ചിയും ഒരു ഉറങ്ങിയിട്ടില്ല ഏജ് ആയ ആൾക്കാരാ. അവർക്ക് നമ്മൾ എത്ര പെട്ടെന്ന് തീർത്തിട്ട് പാക്കപ്പ് പറഞ്ഞാലും അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു കൺസേൺ ആണ് നമുക്ക്. അപ്പൊ അതൊക്കെ എന്റെ മൈൻഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്ന ഒരാൾ ഞാനാണ്. അതല്ലേ ശരി. നമ്മളൊരു സീൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ഡയറക്ടർ ഹാപ്പി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റും അല്ലെ? അവർ പറയുന്ന കട്ടിൽ നമുക്കറിയാം, പറയുന്ന ഒരു സ്റ്റൈലുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടറിന്റെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ സീൻ തൃപ്തിയാണെന്ന് അറിയാൻ പറ്റും. ഈ കമൽ സാർ ഒരു തൃപ്തനാണെന്ന് കണ്ടെത്താൻ എങ്ങനെയായിരിക്കും? സാർ ഓക്കെ പറയുന്നത് ഞാൻ സാറ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളെന്ന് പറഞ്ഞ ചിത്രത്തില്ല. അന്ന് മോണിറ്റർ ഇല്ല നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യാൻ. അപ്പൊ സാറ് ഓക്കെ എന്ന് പറയുന്നതാണ് ഓക്കെ. സാറ് ഓക്കെ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ഒരു ക്യാമറമാന്റെ അടുത്തും കൂടി ചോദിച്ചിട്ടാണ്. കാരണം സാറ് നേരിട്ട് കണ്ട സമയത്ത് ഓക്കെ ആയിരുന്നു. ഈ ഫ്രെയിമിലൂടെ കാണുന്ന സമയങ്ങളില് ഇപ്പോ ഇവിടുന്ന് കാണുമ്പോ നിങ്ങൾ ഇങ്ങനെയല്ലേ കാണുന്നത്, ഇപ്പൊ ഈ ആംഗിൾ ഇവിടെ നോക്കുമ്പോ ഇങ്ങനെയല്ല കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് ഇൻറ്റു ആയിട്ട് തോന്നില്ലേ അത് അല്ലേ? ക്യാമറ ആംഗിളിൽ നിങ്ങൾക്ക്, പക്ഷെ ഇവിടെ നോക്കുമ്പോ ഇൻറ്റു ആണോ? അല്ലല്ലോ. അപ്പൊ ക്യാമറ ആംഗിളിലും കൂടി ആ ചിത്രം അതേപോലെ തന്നെ പതിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ക്യാമറമാന്റെ അടുത്ത്. അപ്പൊ ക്യാമറമാൻ ഓക്കെ പറയുമ്പോ പിന്നെ ഓക്കെയാണ്. അപ്പൊ രണ്ടുപേരും ഓക്കെ പറയുന്ന സമയങ്ങളില്, പക്ഷെ മോണിറ്റർ വന്നതിന് ശേഷം മോണിറ്ററിൽ കാണാനോ എല്ലാം ഓക്കെ ആണോ?
ഈ കമൽ സാർ ഒരു ലൊക്കേഷനിൽ നേരത്തെ അവിടെ ഓഡിയോ ലോഞ്ചിൽ എപ്പോഴും പറയുന്നത് ഒരു ചൂടനാണ്, ചൂടാവും, പെട്ടെന്ന് ചൂടാവും. അവിടെ ഏറ്റവും കൂടുതൽ ചൂടായത് ആരുടെ അടുത്തായിരുന്നു? ചൂടായതാ സാർ ചൂടാവണത് വെറുതെ ചൂടാവണതല്ല, നമ്മൾ കുരുത്തക്കേട് കാണിച്ചിട്ടാ. ഷൈൻ്റെ അടുത്ത് ചൂടായത്? ഞാൻ സ്റ്റാൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ചീത്ത കേട്ടിട്ടുണ്ട് എനിക്ക്. കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ചെയ്ത് എനിക്ക് ഒരിക്കലും ചീത്ത കേട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിനാ സാറിന്റെ അടുത്ത് വന്നില്ല ഒരാഴ്ചക്ക്, കാണാതെ മുങ്ങിയിടം. എന്നോട് സബ് ടൈറ്റിലുള്ള പ്രിന്റ് ദേശീയ അവാർഡിന് അയക്കാൻ പറഞ്ഞിരുന്നു, കറുത്ത പക്ഷികളുടെ തൃശ്ശൂർ പ്രൊഡ്യൂസർ വില്ലേജിൽ. ഞാൻ അവിടെ നിന്നിട്ട് തിയേറ്ററിൽ അവരുടെ തിയേറ്ററിൽ ആ പ്രിന്റ് എടുത്തിട്ട് അയാളോട് ചോദിച്ചു പ്രിന്റ് സബ് ടൈറ്റിലുള്ള പ്രിന്റ് ആണോ എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു അതെ. അപ്പൊ അത് അയച്ചോളാൻ പറഞ്ഞു. അവിടെ സബ് ടൈറ്റിലില്ല പ്രിന്റ്. ഞാൻ ചെക്ക് ചെയ്തില്ല, അയാൾ പറഞ്ഞപ്പോ അയച്ചു. അതാ അപ്പൊ സാറിനെ അവിടെ നിന്ന് വിളിച്ചു, കമല നീ സബ് ടൈറ്റിലുള്ള പ്രിന്റ് അയക്കാതെ മോശമായി പോയിട്ടാ, അതില്ല, അതുകൊണ്ട് തന്നെ ഇനി ആരും പടം കാണില്ല, ഇവിടെയുള്ള ഹിന്ദിക്കാര് മലയാള പടം കണ്ടിട്ട് മനസ്സിലാവാ. അപ്പൊ സാറ് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ല സാറേ പ്രിന്റ് ഉള്ളതാണ്. ആ പ്രിന്റ് ഉള്ളതാണെന്ന് അവര് പറഞ്ഞല്ലേ, നീ ചെക്ക് ചെയ്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ സാറ് ഫോൺ വെച്ചു, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു കാര്യം നമ്മളപ്പോ എന്താ പറയണ, ഇതാണ് എടുത്ത് അയക്കില്ല, നമ്മൾ പോയി ചെക്ക് ചെയ്യണം മുന്നേ സാറ് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടുകാര് ആ പ്രോപ്പർട്ടി റെഡി ആണോന്ന് രാവിലെ ഒന്ന് ചോദിക്കുമ്പോ അവര് റെഡിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ആ സാധനം കണ്ടുകൊണ്ട് കണ്ട് ചെക്ക് ചെയ്യണം. അല്ലാതെ അവരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവരില്ല, മിസ്സായി എന്നൊക്കെ പറഞ്ഞു, മനസ്സിലായ? അപ്പൊ അത് നമ്മളെ ചെറുപ്പം മുതലേ പറഞ്ഞു സാധനം. അതിന് ഞാൻ പേടിച്ചു പോയി ശരിക്കും. അവാർഡ് കിട്ടിയിട്ടില്ല അന്ന്, അത് ആ പടത്തിന് അവാർഡും കിട്ടി. വേറെ ഏതാണ് എന്തോ ഒരു അവാർഡ് കിട്ടി. പിന്നെ മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടാനുള്ള പടം, കമൽ സാറിന് കിട്ടാനുള്ള പടം, മലയാളത്തിൽ നിന്ന് മികച്ച ചിത്രം, അങ്ങനത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ദേശീയ അവാർഡ്. അപ്പൊ അതിന് അങ്ങനെ ചാൻസ് ഉള്ള ഒരു പടം അവർക്ക് അവാർഡ് കിട്ടാതെ പോകുന്നത് ഞാൻ കാരണമാണെന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായി. അപ്പൊ തന്നെ സാറ് ശ്രീജിത്ത് കൊണ്ട് തിരുവനന്തപുരത്തുള്ള നമ്മുടെ റെസ്റ്റോറന്റ് ഉണ്ട്, അവനെ വിട്ട് അപ്പൊ അവിടെയാണ് ഇരുന്നിരുന്ന് പ്രിന്റ് സബ് ടൈറ്റിലുള്ള പ്രിന്റ്. അവൻ പോയിട്ട് അത് അവിടെ നിന്ന് കണ്ടുപിടിച്ച് വേഗം അയച്ചു കൊടുത്തു. അത് കാരണം ആ അവാർഡ് കിട്ടിയിട്ട് ഞാൻ പിന്നെ പോയുള്ളത് അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മള് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒന്നും അല്ല, വലിയ മിസ്റ്റേക്കാ. പക്ഷെ നമ്മുടെ എന്താണ് നമ്മൾ ചെയ്ത കാര്യം, അത് പ്രിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ വെറുതെ അതിലിട്ട് ഓടിച്ചു നോക്കി കണ്ടാ മതി. മമ്മൂക്കയുടെ കുറിച്ച് ആര് പറയണ ഈ കാര്യം? അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ. മമ്മൂക്കയ്ക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ കമൽ സാറിന് അറിയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സാറിന്റെ അടുത്തേക്ക് പോയിട്ടുള്ളൂ. അല്ലാതെ ആ സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, ഈ കഥകളൊന്നും. സാറിന്റെ ഇത് എന്തിനാ ചീത്തയേക്കാന്ന്. 7 ഷോട്ടിന്റെ ഇടയില് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ സാറ് അങ്ങോട്ട് ക്യാമറമാന്റെ അടുത്തേക്ക് തിരിയുമ്പോ മനസ്സിലായ, ഷോട്ടിന്റെ ഇടയിൽ ഒരു ടേക്ക് കഴിഞ്ഞാൽ അടുത്ത ടേക്കിന്റെ ഇടയിൽ അവർ പ്രകാശ് ഇങ്ങനെ ചെയ്തോ അതിന് തിരിഞ്ഞു നോക്കുമ്പോ ആ ഗ്യാപ്പിലാണ് ഞാൻ ചെയ്ത് കൂടുതലായി പോയി. ഞാൻ മാറിക്കും, സാറ് അപ്പൊ തന്നെ തിരിയുന്ന പറയേ. അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്താ ഞാനോട് സംസാരിച്ചോണ്ടിരിക്കുന്നല്ലേ മാറുന്നുണ്ട് ഷോട്ടല്ല അവിടെ നിങ്ങളുടെ കൂടെ കൂടുകയും ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരം കേൾക്കില്ല, ഞാൻ പറയും എന്തിനാ എന്റെ അടുത്തൊക്കെ ഇതൊക്കെ പറയണേ ഷോട്ടിനില്ല ഇതൊക്കെ ഓക്കെ വെറുതെ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ. ടീച്ചർ കണ്ടിട്ട് അങ്ങോട്ടൊരു ബോർഡിന്റെ അവിടെ തിരിയുമ്പോ ടീച്ചർ നോക്കുമ്പോൾ നമ്മൾ സംസാരിക്കണ പോലെ തോന്നുക അല്ലേ. അപ്പൊ അത്രയും ടെൻഷൻ പിടിച്ചിരിക്കുന്ന സാറ് മനസ്സിലായ. കാരണം ഈ സംഭവങ്ങളൊക്കെ റെഡിയായി വരണ്ടേ. ഇവൾക്കാണെങ്കിൽ വേറൊരു ഐഡിയ ക്യാരക്ടറിനെ പറ്റിയിട്ട് എല്ലാവർക്കും വേറെ വേറെ ഐഡിയകളിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് സാറിന്റെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരണം. അത് ഭയങ്കര സംഘർഷമാണ് ആക്ടറിനും ഡയറക്ടർക്കും ഇടയിൽ. ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാം, മനസ്സിലായ, വഴക്കുകൾ ഉണ്ടാവാം, പിണക്കങ്ങൾ, വേറെ പിരിയലുകൾ വരെ സംഭവിച്ചിട്ടുണ്ട് ആക്ടറും ഡയറക്ടറും തമ്മിൽ. ഇവരൊന്നും അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാത്ത എന്താണ്, സീനിയർ ആയ ഡയറക്ടർ ആയതുകൊണ്ടും നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഇതേ പേജുള്ളവരാണെങ്കിൽ തർക്കിക്കും. ഞങ്ങളൊക്കെ മെയിൽ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും, പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞു? ഇവിടെ ഈ ഇന്റർവ്യൂവിൽ നിങ്ങളല്ലേ കൂടുതൽ പ്രതികരിക്കുന്നത്. സീനിയർ ഡയറക്ടർ ഓക്കെ, പക്ഷെ അല്ലെങ്കിലും ഞാൻ പ്രതികരിക്കില്ല. വെറുതെ ഞാൻ ഐശ്വര്യ കളിക്കുകയാണെന്ന് പറയുള്ളൂ. അത് അപ്പൊ നിങ്ങളല്ലേ വിചാരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ പെൺകുട്ടികൾ പ്രതികരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലിമിറ്റേഷൻ അല്ലേ? ഞാനൊക്കെ തോന്നിയിട്ടില്ലല്ലോ. അല്ല നിങ്ങൾ പെൺകുട്ടികളായിട്ട് ആയതുകൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ? ചില സിറ്റുവേഷൻസിൽ പ്രതികരിച്ചാൽ അത് വേറെ രീതിയിൽ പോകും എന്നുള്ളതുകൊണ്ട് അല്ല, ചില സിറ്റുവേഷനിലല്ല, അല്ലാതെ പെണ്ണായതുകൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സംസാരിക്കാൻ ഗ്രേസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാണ്. പലതും നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് അല്ലെ, സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമ നന്നാകാൻ വേണ്ടി അല്ലെ. അങ്ങനെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് അല്ലെ, ജീവിതത്തിൽ സിനിമയിലെ ലൊക്കേഷനിൽ ഒത്തിരി സഫർ ചെയ്തിട്ടില്ലേ? ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായി.
അല്ല, ചില സിറ്റുവേഷൻസ് നമ്മൾ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റഡ് ആണ്. അതിനെപ്പറ്റി നമ്മൾ വേറെ നമ്മുടെ മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലൊന്നും അത് കാര്യമില്ല. അത് വൺസ് വി കമ്മിറ്റഡ് അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വരിക എന്നുള്ളത്. മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഷോട്ട് എടുക്കണം, ഷോട്ട് എടുത്തല്ലേ പറ്റൂ അല്ലേ? ആ സമയത്ത് ഇരുന്നു തണ്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് നേരം കിടക്കാനും പറ്റില്ല. കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചാലാണ് കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് മരുന്നില്ലാത്ത കാരണം ഭക്ഷണം എപ്പോഴേലും, പക്ഷെ അങ്ങനെയായിരിക്കില്ല. അപ്പോൾ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു അച്ചടക്കം വേണം. പക്ഷെ അതേപോലെ ലൊക്കേഷനിൽ എല്ലാ സമയത്തും നടക്കില്ല. ചിലപ്പോൾ 2 മണിക്കാവും ബ്രേക്ക് ചെയ്യണത് അല്ലേ? അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ പല സമയങ്ങളിലും ഇത് മിണ്ടാതിരിക്കണം. മെറീന പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആസ് എ ഫീമെയിൽ ആക്ടർ നമ്മൾ പറയുമ്പോൾ ചില സമയങ്ങളിൽ അവർ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കും. കാരണം നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡാണ്. ആ സമയം ഇപ്പൊ ഷൈനാണ് പറയുന്നതെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. അതിന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതാണ് മെറീന ഉദ്ദേശിച്ചത്. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അത് നടക്കുന്നുണ്ട്, ഇല്ല ഒന്നും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയാൻ തയ്യാറാകണം. സ്ത്രീകളും പറയാൻ തയ്യാറാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ തയ്യാറായാലേ ഉള്ളൂ മറ്റുള്ളവർ അറിയുള്ളൂ അല്ലേ? ഇന്റർവ്യൂവിൽ പറയണല്ല, അവിടെ ലൊക്കേഷനിൽ പറയണം. നമ്മൾ എനിക്ക് വേണ്ട സാധനം എനിക്ക് വേണം അല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറോടും എന്തായാലും പറഞ്ഞിരിക്കും. പിന്നെ അവർ ചില സിനിമകളിൽ ഇപ്പം ചേട്ടനറിയാം, ചില ആക്ടേഴ്സിന്റെ ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സിനിമകൾ വളരെ നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ 2 സിനിമ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കമ്മിറ്റ് ചെയ്ത് പടം തീർക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് തീർക്കാതെ ഞാൻ വേറെ 2 സിനിമ പോയി ചെയ്ത് കഴിഞ്ഞാൽ നാളെ പറയും, ഓ അവൾ ഇതിവിടെ ഇട്ടിട്ട് വേറെ 2 സിനിമ ചെയ്യാൻ പോയത്. ഞാൻ ഉൾപ്പെടുന്ന ടീമിലുള്ള എല്ലാവരും പറയും, നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയക്കാരെല്ലാവരും പറയും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സിനിമ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമ കാരണം കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വൺസ് വി കമ്മിറ്റഡ് അത് തീർക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിൽ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സിനിമ അങ്ങനെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുടെ നേച്ചർ, അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരാ. അതിൻ്റെ മോശം വശങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് ആ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകാനും നമ്മൾ റെഡി ആവണം. തീർച്ചയായിട്ടും അങ്ങനെ റെഡി. പക്ഷേ ഒരു ആക്ടർ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല അതിലുണ്ട്. പലപ്പോഴും മെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവരിതൊന്നും ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്ക 102 ഡിഗ്രി പനി ഉള്ളപ്പോഴാണ് ഡാഡി കൂടുതൽ ആ വെള്ളത്തിൽ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആ ഷോട്ട് എടുക്കുന്നത്. അന്ന് മമ്മൂക്കയ്ക്ക് ഷൂട്ട് മാറ്റി വെക്കായിരുന്നു. മമ്മൂക്ക അത് ജോർജേട്ടൻ മമ്മൂക്കയ്ക്ക് പനിയാണ്, വാശി ചോദിച്ചു, നമുക്ക് വരില്ലേ? അല്ലേ നമുക്ക് സാർ അവിടെ ഇല്ല, അപ്പൊ പറഞ്ഞ സമയത്തൊന്നും പറഞ്ഞാൽ മതി, അപ്പൊ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വരാം. കുറെ നേരം അങ്ങനെ ജാക്കറ്റ് ഇട്ട് ഇരിക്കാൻ പറ്റില്ല, ബ്ലാക്ക് ജാക്കറ്റ്. ഷോട്ടിന് സമയത്ത് പുള്ളി ജാക്കറ്റ് ഇട്ട് കറക്റ്റായിട്ട് വന്ന് ഷോട്ട് ഓക്കെ ആവും. മോണിറ്ററിൽ പോലും നോക്കാതെ കാരവനിൽ പോയിരിക്കും. പിന്നെ അടുത്തിട്ട് ഷോട്ടിനാണ് വരുള്ളൂ. അന്ന് സംസാരമില്ല, ആരോടും ഒന്നുമില്ല. കാരണം വയ്യാതെ കിടന്നു, പനിച്ച് 102 രീതിയിലാണ് വരുന്നത്. അങ്ങനത് ഇപ്പൊ മെയിൽ ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ഇല്ല. കാരണം നമ്മൾ പനി ഉണ്ടെങ്കിലും വയറുവേദന ഉണ്ടെങ്കിലും വയറിളക്കം ഉണ്ടെങ്കിലും ഷോർട്ടിൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം അത്രയും അതിന് മേലെയാണ്. പല ചോയ്സും നമ്മളവിടെ മാറ്റി വെക്കേണ്ടി. അല്ല, ഗ്രേസ് പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ഇപ്പൊ മമ്മൂക്കാടെ കാര്യം അല്ല, ഗ്രേസ് പറഞ്ഞതില് മെയിൽ ആക്ടർ ആയ ചിലപ്പോ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. നമുക്ക് ചിലപ്പോ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഷൂട്ട് നടക്കണം, അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹങ്ങൾ ഇപ്പൊ മമ്മൂക്കാടെ ഉദാഹരണം, അങ്ങനെ ആഗ്രഹം വേണം. അങ്ങനെ ആഗ്രഹമുള്ളവരെ സിനിമയിൽ നമ്മൾ അങ്ങനെ ആഗ്രഹം ഇല്ലാതെ ആരെയും നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചോളാം. അങ്ങനെ ഇല്ലാത്തവരും എല്ലാം കയറി പിടിച്ചിട്ട് പിന്നെ സിനിമയിൽ സമയത്തിന് വരാത്ത പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അത് ഗ്രേസിനുണ്ടായ അനുഭവം നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞല്ലോ, ഗ്രേസിനുണ്ടായ അനുഭവം കൂടെ പറഞ്ഞു. ഇവരിപ്പോ പറയുന്നത് ഇപ്പം അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, എനിക്കും പേഴ്സണലി പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം, വയസ്സ് എത്രയായെന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്. ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വടകരയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു, എന്താ പറയുന്നത്, നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു.
പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെ കൂട്ടി വന്ന് ICU അവർ മാറ്റിയാണ്, ICUയിൽ ചുമ്മാ ഇരുത്തി, അതിൻ്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പിറ്റേ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തന്നു, കാരണം അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരായി എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്. ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്ത് ഇരുന്ന വർക്കാണ്. അപ്പൊ അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വന്നപ്പോൾ തന്നെ പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത്. മറ്റേ തൊട്ടപ്പനിലൊക്കെ ഉണ്ടായിരുന്നില്ലേ പ്രശാന്ത്, അല്ലല്ല പ്രശാന്ത് നായരോ മുരളി അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ മെലിഞ്ഞിട്ട് ഫഹദ്ക്കയുടെ ഒക്കെ ഒരു ഏകദേശം ആൾക്കുള്ള. അപ്പൊ എനിക്ക് തോന്നി, കാരണം അവര് അത് മെയിൽ ആക്ടേഴ്സ് അറിയില്ല, അത് ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ളൂ, ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത്. ഞാൻ ഇപ്പോഴും കാശ് ഡിമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട്, മനസ്സിലായ? അതെ, എത്ര ദിവസം കൂടിയാലും ശരി അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ. ഒരു ചിത്രം തീർക്കേണ്ടത്, കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത്, എന്റെ പടമാണ് ഇറങ്ങേണ്ടത്. ഞാൻ അങ്ങനെ സംസാരിക്കും, അതാണ് പറഞ്ഞത്, അത് വ്യക്തികൾക്ക് വ്യത്യാസം. ഏകദേശം ഒരു പടത്തിൽ വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ എന്തെങ്കിലും ഒന്നും ഉണ്ടായാലും ഷൈൻ്റെ അടുത്ത് അവർ ഡിസ്കസ് ചെയ്യോ? എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമെന്നുള്ള അല്ല, ഞാൻ കാശിനെ കുറിച്ചാണ് ചോദിച്ചത്, പറഞ്ഞത്. ഇതിന്റെ കേസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ അപ്പൊ മെയിൽ ആക്ടർ ആണെങ്കിൽ എന്നുള്ളതല്ല, ആ വ്യക്തി ആണെങ്കിൽ പ്രശാന്ത് ആയതുകൊണ്ട് എനിക്ക് ആ സിറ്റുവേഷനിൽ വളരെയധികം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. അങ്ങനെ സഹിക്കാത്തതും സഹകരിക്കാത്തതുമായിട്ടുള്ള വ്യക്തികൾ എപ്പോഴേ പോയിട്ടുണ്ടില്ലേ? സിനിമയിൽ അപ്പൊ ക്ഷമ അത് പ്രത്യേകിച്ച് കൂടുതൽ കുറച്ചുള്ളത്. കാരണം മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കാലത്ത് അഭിനയിച്ചിരുന്ന പല ഫിമെയിൽ ആക്ടേഴ്സുകളും ഇപ്പൊ ഇല്ല. എന്തുകൊണ്ട് അവർക്ക് ഒരുപാട് കാലം ചെയ്യാൻ പറ്റുന്നില്ല? സ്ത്രീകൾക്ക് അവരുടെ പരിമിതികൾ അവർ തന്നെ ഉള്ളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് അവര് കുറെ വേണം പ്രതികരിക്കാതെ ഇങ്ങനെ സംസ്കാരിക്കാതിരിക്കുന്ന സമയത്ത് പ്രതികരിച്ചവരൊക്കെ വീട്ടിൽ ഷെഡിൽ കയറിയിട്ടുണ്ട്. ഞാൻ അതാണ് പറയണത്. അപ്പൊ സഹകരിക്കുന്ന ആരാ? മെയിലല്ലേ? മെയിൽ എങ്ങനെ സഹകരിക്കുന്നു? പ്രതികരിച്ചവര് വീട്ടിലിരുന്നില്ലേ? അപ്പൊ പ്രതികരിക്കാതെ സഹകരിച്ചവരായിരിക്കുമല്ലോ മമ്മൂക്കി മോഹൻലാലും. മെയില് പ്രതികരിച്ചാലും വീട്ടിലിരിക്കില്ല. മെയില് പ്രതികരിച്ച വീട്ടിലിരിക്കില്ലേ? ആള് കറക്റ്റ് ആയിട്ട് കാശ് വാങ്ങുന്ന മെയിലുകൾക്ക് ഞാൻ പറഞ്ഞ ആരൊക്കെയാണെന്ന് അങ്ങനെ ഒതുക്കിന്ന് പറഞ്ഞ കേട്ടില്ലേ? അല്ല, ഒതുക്കപ്പെട്ട ഞാൻ പറഞ്ഞ എന്താണ്, ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും മമ്മൂക്കി മോഹൻലാലായിരിക്കുന്നു 100%. കാരണം അവർ ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ച പിള്ളേരെ കാശ് വാങ്ങാത്തത് കൊണ്ടും ഇങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടും. അവർക്ക് സിനിമ അത്ര ഇഷ്ടമാണ്, അപ്പൊ സിനിമ അവർക്കാണ് വേണ്ടത് അല്ലേ? അല്ല, സിനിമ അവർക്കാണ്. അതാ, അപ്പൊ അവര് മാക്സിമം ക്ഷമിക്കും. അപ്പൊ അതില് മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല, അത് വ്യക്തികളെ അടിസ്ഥാനപ്പെട്ട് മാത്രമാണ്. 2 പോയിന്റ് കൃത്യമാണ്. ഇല്ല, ഇവര് പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു, ആണുങ്ങളാണെന്നുള്ള വ്യത്യാസമല്ല, അതിനുള്ള വ്യക്തികളുള്ള വ്യത്യാസമുള്ളൂ. ഞാനാണല്ലേ? അപ്പൊ ആണെന്ന് പറഞ്ഞാൽ ഞാനാണ് പെട്ടില്ലേ, ഞാൻ പ്രതികരിക്കണം, പെരുമാറണം കണ്ടിട്ടുണ്ടോ? അതാ അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ പറയും. വ്യക്തികളുള്ള വ്യത്യാസമാണത് അല്ലേ? അങ്ങനെ ആണോ? വ്യക്തികളുള്ള അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിവാഹശേഷം സ്ത്രീകളെ മാത്രം ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കുറയുന്നത്? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു എന്താ പറയാ ഒരു രീതിയാണത്. അല്ല, അത് സ്ത്രീകളോട് ചോദിക്കണ്ടേ? ഞാനെങ്ങനെ വേറൊരാളുടെ ഭാര്യയുടെ എന്റെ ഭാര്യ എനിക്ക് അഭിനയിക്കാൻ പറയാൻ പറ്റുമോ? അത് ഞാനെങ്ങനെ പറയും? അത് ഞാനെങ്ങനെ പറയാം? അപ്പൊ നീ എന്തിനാണ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്? ആണ് അയാൾ അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ എന്റെ അടുത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു, അവിടെ ആർട്ടിസ്റ്റുകൾ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ, അവർക്ക് ക്യാരവാൻ ഉണ്ട്, എനിക്കൊരു റൂം തന്നു, ബാത്റൂം. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്നു, ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, 2 പേരാണ് ആ വ്യക്തികളല്ലേ? അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല ക്യാരവാൻ കൊടുക്കണമെന്ന് അങ്ങനെയുണ്ട് അവിടെ. നമ്മള് ക്യാരവാൻ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ മാത്രം പറഞ്ഞു പെട്ടില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകളോ? ഞാൻ അപ്പൊ ആ വ്യക്തികളുടെ 2 വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചാൽ കാര്യം, എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറയാം. അത് അങ്ങനെ പറഞ്ഞു. മെയിൽ എന്ന് പറഞ്ഞ മെയിലിനാണല്ലേ? അല്ല, അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ.
ഷൈൻ അങ്ങനെ ചെയ്തു ഇവരാരും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. പക്ഷെ ഇവരെന്താണ് മെയില് ആയത് നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിനെ പറഞ്ഞൂടെ? വ്യക്തിനെയല്ലേ പറയേണ്ടത്? അവളുടെ ചോയ്സ് അല്ലേ ആ അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല. മെയിലിന് കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം. ചോയ്സ് അല്ലേ പറയണോ? പറയാൻ പാടില്ല. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിലിന് പറഞ്ഞു ഞാൻ പെട്ടില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞ നീ പാടില്ലേ? പിന്നെ ഷൈനും മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴേലും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയണ്ട. ഞാൻ പറഞ്ഞെന്താ ഞാൻ എപ്പോഴേലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവള് പറയുന്നത് രണ്ട് മെയിൽ ആക്ടേഴ്സ് എന്നാണ് പറയണത്. ഇല്ല, ഷൈൻ പറഞ്ഞതല്ല അവള് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. അല്ല, അവളുടെ ഒരു ഒപ്പീനിയൻ അവള് പറയുമ്പോൾ അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയണ്ടേ? ഞാൻ മെയിലല്ലേ? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഇവർക്ക് നല്ല കാര്യം കൊടുക്കണമെന്നല്ലേ കണ്ടുള്ളൂ. അപ്പൊ അത് അവളെ മെയിലെന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ചോയ്സ് അല്ല. ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളായി മാറുന്നത്? എന്തുകൊണ്ടാണ് പലരുടെ പ്രസ്താവനകളും വിമർശിക്കപ്പെടുന്നത്? അതില് ഒരു കൂട്ടത്തെ മൊത്തമായിട്ട് പറയുമ്പോഴല്ലേ? ഞാൻ പറയുന്നത് പ്രശ്നം ഉണ്ടാവുന്നത് മെയിലായതുകൊണ്ടും ഫീമെയിൽ ആയതുകൊണ്ടും അല്ല, ആ വ്യക്തികളുടെ വ്യത്യാസം കൊണ്ടാണ്. അല്ലേ? വ്യക്തി എന്നാണെന്നേ മരീന ഉദ്ദേശിച്ചത്. പക്ഷെ വ്യത്യാസം അവിടെ പറയുമ്പോഴാണ് എന്ന് പറയുന്നു. ആ കാര്യം എങ്ങനെ പറയുന്നു? ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ അത് ചിലപ്പോ അവർക്ക് അനുകൂലമായെന്ന് അല്ലേ? എക്സ്പീരിയൻസ് ആ രണ്ട് വ്യക്തികളായിട്ടല്ലേ ഉള്ളൂ. ഫുൾ ആണുങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊന്നും അങ്ങനെ സംഭവിക്കണ്ടേ? അപ്പൊ മെയിൽ ആക്ടേഴ്സ് അങ്ങനെ പറയാൻ പാടില്ല. ആക്ടേഴ്സ് എന്നാണ് പറയണത്, മെയിലിന് ഫീമെയിലിന്. അതെ അല്ലേ? അപ്പൊ മെയിലിന് പറയണത് ആക്ടേഴ്സ്. അപ്പൊ അവിടെ ആൺ പെൺ വ്യത്യാസം കാണുന്നത്. ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. മോശമാണ്. വിവേകാനന്ദൻ വൈറലായി. എന്തായാലും സിനിമ 19-ാം തീയതി റിലീസാണ്. എനിക്ക് വിഷമമായെങ്കിൽ പ്രതികരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. നമ്മൾ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ പ്രതികരിക്കാനും അല്ലേ പ്രസ്താവനകൾ ഇറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് മോഡേൺ ഫാമിലീസ്. അവർക്ക് ചൂടാവുമ്പോൾ ഇറങ്ങി പോവാം, അവർക്ക് പ്രശ്നം മാറുമ്പോൾ തിരിച്ചു വരാം. അല്ലാതെ അവർ ഇറങ്ങി എനിക്ക് മാത്രം ഇന്റർവ്യൂന്ന് ഇറങ്ങി പോവാൻ പാടുള്ളൂ എന്ന് ഞാൻ വാശിപ്പെടുന്നത് മോശമല്ലേ? ഞാൻ എന്നെ എത്ര വർഷം ഇറങ്ങി പോയിട്ടുണ്ട് അല്ലേ? അല്ല നിങ്ങൾക്ക് ഇപ്പൊ എത്ര എപ്പിസോഡ് കിട്ടും? ഒന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഹൈദരാബാദിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിവാദം ഉണ്ടായോ? അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ ചോദിക്കേണ്ട കാര്യം ഉണ്ടാ? ഈ ചോദ്യങ്ങളിലൂടെ വന്നിട്ടേ ഇല്ല, സ്വയം പറഞ്ഞു പോയത് അല്ലേ? നമ്മളായിട്ട് ഉന്നയിച്ചൊരു ചോദ്യം വന്നു. സംസാരം ഉണ്ടാവണല്ലേ? എല്ലാം സംസാരത്തിനുണ്ടാവണം. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മെയിൽ മെയിൽ എന്ന് പറയുമ്പോ ഞാൻ മെയിൽ എടുക്കണല്ലേ? അതിൽ ആൺ പെൺ വ്യത്യാസങ്ങൾ കൊണ്ടല്ല. ആണുമില്ല പെണ്ണുമില്ല, ഒരു ചെറുക്കൻ. അപ്പോൾ നിങ്ങൾ ചെറുക്കനാ പറഞ്ഞത്. ഹൈദരാബാദ് വീണ്ടും ഉണങ്ങിയ ക്യാമറ ഓൺ ആക്കിയ ഹൈദരാബാദ് ലാസ്റ്റ് വരെ കാണിക്കണേ. കണ്ടോ? അവർക്ക് അടിക്കാനുള്ള അവകാശം പോലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓണായാ? അപ്പം സിനിമ 19-ാം തീയതി റിലീസാണ്. അപ്പൊ വ്യക്തമായിട്ട് ആരാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളാണ്. നിങ്ങൾ കൊടുക്കില്ലായിരിക്കും. അത് കാരണം ഇങ്ങനെ പറഞ്ഞു. സന്തോഷമായി. തനിക്ക് ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാം, അത് പറയാം, അത് അതിന്റെ അവകാശം, അതിനുള്ള അവസരം നമ്മൾ തരും. എന്തുകൊണ്ടാണ് നമ്മൾ വഴക്ക്, എന്താണ് നമ്മൾ ചർച്ച ചെയ്ത് തരുന്ന കാര്യം എന്ന് അറിയുമോ? അതെല്ലാം നമ്മൾ മറക്കാൻ പറ്റില്ലല്ലോ. മറവി ഉള്ളപ്പോൾ മറവിയാണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും മോശം. മറവിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതെന്തിന് എന്താ മറന്നു പോയത്? എല്ലാം മറക്കുന്നില്ല നമ്മള്. അപ്പൊ ആ പാട്ടൻ നമ്മൾ എന്തിനു വേണ്ടി തർക്കിച്ചെന്ന് മനസ്സിലായിരുന്നു. ആ തർക്കം ഇവിടെ ഇല്ല. ആ തർക്കം പോലും തർക്കമുണ്ട്.
തർക്കം പോലും എനിക്ക് എന്തോ കുഴപ്പമില്ല. അത് തർക്കം വിഷയങ്ങൾക്കെതിരെയാണ്, വ്യക്തികളെ എന്റെ പ്രശ്നമായിരിക്കും അതെനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് തന്റെ പ്രശ്നമായിട്ടല്ല, താൻ പറഞ്ഞ വിഷയത്തിന്റെ പ്രശ്നമാണ്. എല്ലാ കാര്യവും നമുക്ക് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. അതെങ്ങനെയാണ് തീരണത്, എങ്ങനെ സംസാരിച്ചിട്ടാണ്. തന്നോട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, തന്നോട് ഞാൻ ദേഷ്യപ്പെട്ടത് ആ വിഷയമായിട്ടാണ്, അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ ദേഷ്യപ്പെടാറില്ലല്ലോ. സാധാരണ സ്റ്റേജിലൊക്കെ പോയിട്ട് നല്ല പാട്ട് പാടാറുണ്ട് അല്ലെ? എന്നെ കൊണ്ട് ഇപ്പൊ പാട്ട് ഈ പഠിക്കാൻ സമയത്ത് നമ്മൾ ഒരു മനോഹരമായ മനോഹരമായ ഒരു 4 ലൈൻ പാട്ട്, മനോഹരമായ 4 ലൈൻ പാട്ട്, മനോഹരമായ 4 ലൈൻ പാട്ട് അവിടെ പാടാൻ ആള് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് പാടാം. ആ പാട്ടോടുകൂടി അല്ലെ? പഴയ പാട്ടൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. പുതിയ വല്ല പാട്ടും, പുതിയ പാട്ടെന്ന് പറയുമ്പോ 90s പാട്ടൊക്കെ ഓക്കെ. അതന്നെ എന്റെ പഴയ പാട്ട്. 90s പാട്ടൊക്കെ ഓക്കെ കിട്ടും. എന്നെങ്ങാനും ഇന്ന് കിട്ടണം. അടുത്ത പരിപാടി കണാടാ പ്രണയ പ്രണയ പ്രണയമണി അതാണോ? സാറിന്റെ പാട്ട് പാടാം. ഏതാ? സാറിന്റെ പടത്തിലെ പാട്ട് പാടാം. നമ്മുടെ ഈ സിനിമയിലെ പാട്ടാണെങ്കിൽ നന്നായിരിക്കും. അയ്യോ അതെന്നെ അറിയത്തില്ല. ഈ സിനിമയോട് അറിയില്ലേ? കരോക്കെ വെച്ച് പാടാൻ പോകണോ? അതാ അല്ലെങ്കിൽ നമ്മുടെ പാട്ടിന്റെ വൃത്തിയോട് അറിയോര്. സോങ് ആണ്ടോ ലിറിക്സ് സോങ്? അയ്യോ അന്ന് ഏതൊരു പാട്ട് പാടുന്നത്? ലൊക്കേഷനിൽ ഇടയ്ക്ക് ഷൈൻ പാട്ട് പാടും. വായ തുണിയെ തിരികെ വെച്ചാൽ പാട്ട് പാടും. ഷൈൻ പാട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ലേ? ഇല്ലല്ലേ, കോപ്പിറൈറ്റ് ഇല്ലേ, ഫുൾ കോപ്പി അടിയല്ലേ. നമ്മൾ എന്തെങ്കിലും മ്യൂസിക് ഫുൾ കോപ്പി അടിക്കുന്നത് കോപ്പി അടിയല്ലേ, ഇടയ്ക്ക് മാത്രം കോപ്പി അടിക്കുന്ന കോപ്പി അടി. അല്ലെങ്കിൽ പിന്നെ ഇന്റർവ്യൂ ഒക്കെ ഏതെങ്കിലും ചാനലിൽ വേറെ ആദ്യം നടത്തിയല്ലേ, അതിന്റെ കോപ്പിറൈറ്റ് ഇന്റർവ്യൂ ആദ്യം നിങ്ങളാണ് കണ്ടുപിടിച്ചത്. കോട്ടിടാൻ തുടങ്ങി എല്ലാരും കൂട്ടിട്ടു, അതിലെ കോപ്പിറൈറ്റ് ഉണ്ടാവുള്ളൂ. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരൻ ശ്രുതി മീട്ടുന്നു മോകം താരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങും വിരഹാഴയായ വിരൽ വീട്ടി മനസ്സിൻ മൺവീണ കഴിഞ്ഞിട്ടില്ല. കഴിയുന്ന അങ്ങനെ പോകാൻ നോക്കല്ലേ. 32 പാട്ടുണ്ട് ഞങ്ങളോട് പാടാം. എത്ര എപ്പിസോഡ് വേണം? ഒരു പാട്ട് പാടിയാണ്. നമ്മള് പല്ലവി കഴിഞ്ഞ അനുപല്ലവി സ്പ്ലിറ്റ് ചെയ്ത് പാടാം. സ്പ്ലിറ്റ് ചെയ്ത് പാടാം. നിലാവു പോലും നിനക്ക് നിന്റെ ആർദ്രഹൃദയം പൂവൽ ചില്ലുടഞ്ഞ പടമായി ഈ നിന്റെ ആർദ്രഹൃദയം പൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ വീഴുമൊരു പാവം പൂവൽ കിളിയായി ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരൻ ശ്രുതി മീട്ടും മോഹം. നിങ്ങൾ പാടുന്നില്ലേ? അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ഈ പാട്ടും സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ ഇന്റർവ്യൂ സൂപ്പറാണ്. ഇതിനകത്ത് പറഞ്ഞ ഇണക്കവും പിണക്കവും ഒക്കെ ജീവിതത്തിലുള്ളതാണ് അല്ലേ? ഇണക്കവും പിണക്കവും എല്ലാം കൂടി നമ്മുടെ ഇന്റർവ്യൂ അതിന്റെ അതിൽ പിണക്കമല്ല നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. 19-ാം തീയതി സിനിമ റിലീസാണ്. എല്ലാവരും സിനിമ കാണുക. ഒരു കമൽ സാറിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഷൈൻ്റെ 100ാമത്തെ സിനിമ കൂടിയാണ്. അപ്പൊ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമ ആളുകൾക്ക്
എന്റർടൈനിങ് ആവട്ടെ. തീർച്ചയായിട്ടും എന്റർടൈനിങ് ആവുമ്പോൾ സൂപ്പർ ഹിറ്റ് ആവും. സൂപ്പർ ഹിറ്റ് ആവും. അപ്പൊ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അഭിപ്രായം കേട്ടതിന് ശേഷം വേണ്ട മ്യൂസിക് നിർത്തിക്കാൻ നമുക്ക് പറഞ്ഞത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഒന്നും വരില്ല. അല്ല പറഞ്ഞത് കുറച്ചോ അല്ല, അപ്പൊ പടം അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കണം. തിയേറ്ററിലാണ് സിനിമ കണ്ടത് അനുഭവിക്കേണ്ടത്. ഇത്രയും പ്രശ്നക്കാരെ കൊണ്ട് എങ്ങനെ സാർ പടം ചെയ്തു എന്നുള്ളത് ഞങ്ങളെ പോലുള്ള വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള വ്യക്തികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും അല്ല, വ്യക്തികളെ വെച്ച് സിനിമ ചെയ്ത ആ കമൽ സാറിന്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇത്ര നേരം സഹകരിച്ച 3 പേർക്കും എന്നെ സഹിച്ച നിങ്ങൾ 3 പേർക്കും നിങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾ സഹിക്കണം. ഒത്തിരി സന്തോഷം. താങ്ക് യു.